നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിച്ചു. വർഷകാല സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ ഇന്ത്യ മുന്നണി ആകപ്പാടെ പകച്ചുപോയൊരവസ്ഥയിലായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ നിരന്തരം അമിത്ഷാ എവിടെ, അമിത്ഷാ ഒളിച്ചോടി, അമിത്ഷാ പാർലമെൻറ്റിൽ മറുപടി പറയണമെന്ന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങളുമായി മുദ്രാവാക്യം വിളിയുമായി പാർലമെൻറ്റിനകത്തും പുറത്തും വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് ഏതാണ്ട് 37 മണിക്കൂറുകൾ മാത്രം പാർലമെൻറ്റ് നടത്തുവാൻ സാധിക്കുന്ന തരത്തിൽ പാർലമെൻറ്റിൻ്റെ സുഗമമായ നടത്തിപ്പ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 18 ദിവസങ്ങളായി. ഇന്ന് 19ാം ദിവസം അമിത്ഷാ സഭയിലെത്തി, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഭയിലെത്തി. പക്ഷേ ഇന്നവർ പകച്ചുപോയൊരവസ്ഥയുണ്ടായത് അവരുടെ ഈ ഒരു ആവശ്യങ്ങൾക്കെല്ലാം അമിത്ഷാ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് BJP സർക്കാർ അവർ ആവശ്യപ്പെട്ട കാര്യത്തിനെല്ലാം ചേരുന്ന നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ സമരം പാറ്റാ സമരമായി, ആഭാസ സമരമായി മാറിയതിനെ തുടർന്ന് പോലീസ് ബലപ്രയോഗം നടത്തിയതിനെ സംബന്ധിച്ച് അമിത്ഷാ പാർലമെൻറ്റിൽ സംസാരിക്കണമെന്നുള്ളൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു, ഇന്ത്യ മുന്നണി ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉറക്കെ പുരപ്പുറത്ത് കയറിയെന്ന് കൂവുക എന്ന് പറയുന്ന തരത്തിൽ തന്നെ അത് ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടിയായി അമിത്ഷാ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനും മുൻപ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ മുൻപിൽ, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും നടത്തിപ്പിൻ്റെ ക്രമങ്ങൾ നിശ്ചയിക്കുന്ന കമ്മിറ്റിയാണ്. അതിൽ മന്ത്രിമാർ സാധാരണ അംഗങ്ങളാവാറില്ല, MP-മാരാണ് അംഗങ്ങളാവാറുള്ളത്. അവരാണ് ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും ഏത് സമയത്ത് തുടങ്ങണം, എന്തായിരിക്കണം അതിൻ്റെ ക്രമപരിപാടികൾ, എന്തൊക്കെ ബില്ലുകളാണ് അവതരിപ്പിക്കുവാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ചർച്ചയ്ക്ക് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമെത്തുക. എപ്പോൾ ഈ സമ്മേളനം തുടങ്ങണം, എപ്പോൾ ഈ സമ്മേളനം അവസാനിക്കണം, ഇക്കാര്യത്തിലെല്ലാം അന്തിമ തീരുമാനം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ആയിരിക്കും. ലോക്സഭയുടെ കാര്യത്തിലുള്ള ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ലോക്സഭാ സ്പീക്കറായിരിക്കും. രാജ്യസഭയുടെ കാര്യത്തിൽ രാജ്യസഭാ അധ്യക്ഷനായിരിക്കും എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇതാണ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു ഘടന. ഈ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ മുൻപിൽ തന്നെ രേഖാമൂലം കിരൺ റിജിജു എഴുതി നൽകിയിരുന്നു, ഏത് വിഷയത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ അതിനുള്ള ഒരു മറുപടി ഇന്ത്യ മുന്നണി നൽകിയില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വ്യാജ പ്രചരണം അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതുതന്നെയാണ് അമിത്ഷായുടെ കാര്യത്തിലും സംഭവിച്ചത്. അമിത്ഷാ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ മുൻപിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം അറിയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനനുകൂലമായൊരു പ്രതികരണം ഉണ്ടായില്ല. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അമിത്ഷാ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ 3 മണിക്ക് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് പ്രതിപക്ഷം ഒരു നോട്ട് എഴുതി നൽകുകയാണ്, ഒരു കുറിപ്പ് എഴുതി നൽകുകയാണ്, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണ് എന്നൊരു കുറിപ്പ് അവർ നൽകുകയാണെങ്കിൽ 24 മണിക്കൂർ നീളുന്ന ചർച്ചയ്ക്ക് ഓരോ വിഷയവും, അവർ ഉയർത്തുന്ന ഓരോ വിഷയങ്ങൾക്കും നേരിട്ട് മറുപടി പറയുവാൻ ഞാൻ തയ്യാറാണ്. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയെ അറിയിച്ചിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകാത്തത്. തന്നെയുമല്ല, ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്ന അവർക്ക് കൃത്യമായിട്ടറിയാം, ദിവസവും ഞാൻ പാർലമെൻറ്റിൽ വരുന്നുണ്ട്, എൻ്റെ ക്യാബിനിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, എൻ്റെ ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം അവർക്കറിയാം. എന്നിട്ടും അവർ വ്യാജപ്രചരണങ്ങളും കള്ളങ്ങളും പറഞ്ഞ് വെറുതെ ബഹളമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമായി അമിത്ഷാ വിളിച്ചു പറഞ്ഞു. അതേ തുടർന്ന് രാഹുൽ ഗാന്ധി ഉടനെ അദ്ദേഹത്തിൻ്റെ സ്വരം മാറ്റി, അല്ലെങ്കിൽ ആവശ്യം മാറ്റി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഉത്തരം പറയണം. അതായത് വിദ്യാർത്ഥികളെ തല്ലിയതിന് അമിത്ഷാ മറുപടി പറയണം, പെല്ലറ്റ് ഗണ്ണോ മിഷൻ ഗണ്ണോ ഉപയോഗിച്ചതിന് അമിത്ഷാ മറുപടി പറയണം. അതായത് അമിത്ഷാ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് സമ്മതിച്ചുകൊണ്ട് അമിത്ഷാ ഒരു പ്രസംഗം നടത്തണം. അത് എന്ത് പ്രസംഗിക്കണമെന്ന് രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് എഴുതി കൊടുക്കുമെന്നുള്ളത്. ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ കാലത്ത് അവരുടെ കൽപ്പനകൾ കേട്ടിട്ടില്ല. സർവപ്രതാപിയായിട്ട് അവർ ഭാരതം വാണുകൊണ്ട് ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം സ്വയം മുഴക്കിക്കൊണ്ട് ഭാരതം വാണ സമയത്ത് അവരുടെ കൽപ്പനകൾ അമിത്ഷാ കേട്ടിട്ടില്ല. പിന്നല്ലേ ഇപ്പോൾ ഒന്നിനും കൊള്ളില്ല എന്ന് എതിരാളികൾ പറയുകയും പലപ്പോഴും അത് സ്വയം തെളിയിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ കൽപ്പനകൾ അമിത്ഷാ കേൾക്കുന്നത്. പാർലമെൻ്ററി നടപടിക്രമങ്ങൾക്ക് എതിരായിട്ടുള്ള
ഇത്തരത്തിലുള്ളൊരാവശ്യം അംഗീകരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അത് അമിത്ഷായ്ക്ക് കൃത്യമായിട്ടറിയാം. രാഹുൽ ഗാന്ധിക്ക് അത് തിരിച്ചറിയുവാനുള്ള സ്വബോധമില്ല എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെന്ന് പറയേണ്ടി വരും. ഇനി സ്വബോധമുണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഞാൻ വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവാണല്ലോ, എനിക്കിതിനൊക്കെയുള്ള അവകാശങ്ങളുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടാകാം. അങ്ങനെയായിരിക്കാം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അധികാരം നമ്മുടെ ജന്മാവകാശമാണ് എന്നുള്ള പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച് അവസാനം യാഥാർത്ഥ്യം ആളുകൾ തല്ലിപ്പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ അത് സഹിക്കുവാനുള്ളൊരു ത്രാണി അദ്ദേഹത്തിനില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പ്രതിപക്ഷം സ്തബ്ധരായത് അമിത്ഷായുടെ ഈ ഒരു പ്രതികരണത്തിൽ മാത്രമായിരുന്നില്ല. ഇന്ന് അമിത്ഷായും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒന്നിച്ച് സഭയിലെത്തി എന്ന് മാത്രമല്ല, വന്ദേമാതരം ആലപിച്ച് ഇന്നത്തെ ദിവസത്തോടുകൂടി സഭ വർഷകാല സമ്മേളനം അവസാനിപ്പിച്ചു. വന്ദേമാതരം വെറുതെ ആലപിച്ചതല്ല, വന്ദേമാതരത്തിൻ്റെ 6 ശ്ലോകങ്ങളും അത് ആലപിക്കില്ല, മതേതരത്വമാണ്. പണ്ട് നെഹ്റു വികലമാക്കിയ വന്ദേമാതരം, അതും ജിഹാദികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി നെഹ്റുവും ഗാന്ധിയും ചേർന്ന് ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രം പാടിയാൽ മതി എന്ന് നിശ്ചയിച്ച വന്ദേമാതരം, വികലമാക്കപ്പെട്ട വന്ദേമാതരം രചിക്കപ്പെട്ട് 150 വർഷങ്ങൾ തികയുന്ന ഈ വർഷത്തിൽ കേന്ദ്ര സർക്കാർ അതിൻ്റെ പൂർണ്ണ പ്രൗഢിയോടുകൂടി 6 ശ്ലോകങ്ങളോടുകൂടി പുനഃസ്ഥാപിക്കുക മാത്രമല്ല, വന്ദേമാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിക്കുകയും ഈ ദേശീയ ഗീതത്തെ അതിനെ ആലപിക്കുമ്പോൾ പൂർണ്ണമായും ആലപിക്കാതെ അപമാനിച്ചാലോ മറ്റേതെങ്കിലും തരത്തിൽ അപമാനിച്ചാലോ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ബിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാസ്സാക്കുകയും രാഷ്ട്രപതി അതിൽ ഒപ്പിടുകയും ചെയ്തു. നിയമമായി ഇന്നത് രാജ്യത്ത് നിലവിലുണ്ട്. ആ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും എഴുന്നേറ്റ് ബഹുമാനപൂർവ്വം നിർത്തി 6 ശ്ലോകങ്ങളും കൃത്യമായി കേൾപ്പിക്കുക മാത്രമല്ല, അമിത്ഷാ അവിടെ നിന്ന് ചുണ്ടനക്കി ആ വന്ദേമാതരം ഏറ്റുപാടുകയും ചെയ്യുന്ന രംഗം കോൾമയറോടുകൂടിയേ ഒരു ഭാരതീയന് കണ്ടിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സ്തബ്ധരായി മാത്രമേ ഇന്ത്യ മുന്നണിക്ക് കണ്ടിരിക്കുവാൻ സാധിച്ചുള്ളൂ. ഇനി ആ ഒരു ആഘാതം മാറുന്നതിന് മുമ്പ്, അത്തരത്തിലൊരു പ്രവൃത്തിയുടെ അത്തരത്തിലൊരു മിന്നൽ നീക്കത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തരാകുന്നതിന് മുമ്പ് മറ്റൊരാഘാതം കൂടി ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു. സ്പീക്കർ വർഷകാല സമ്മേളനം അവസാനിച്ചതിന് ശേഷം ഒരു ചായ സൽക്കാരം, അത് ഔപചാരികമായി സഭാധ്യക്ഷൻ്റെ ഒരു രീതിയാണ്, ഒരു ചായ സൽക്കാരം സംഘടിപ്പിച്ചിരുന്നു എല്ലാ അംഗങ്ങൾക്കും വേണ്ടി. അത് ഇന്ത്യ മുന്നണി ബഹിഷ്കരിച്ചു. DMK പങ്കെടുത്തു. DMKയുടെ പ്രതിനിധിയായി കനിമൊഴി പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയിട്ടുള്ള ശ്രീമതി കനിമൊഴി ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അതായത് DMKയുടെ സാന്നിധ്യം ആ ചായ സൽക്കാരത്തിലുണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ സൂചന കൂടിയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശകർക്കും അനുയായികൾക്കും ഏറ്റവും ചുരുങ്ങിയത് KC വേണുഗോപാലിനെങ്കിലും അറിയാം എന്നുള്ള കാര്യം വ്യക്തമാണ്. അതാണ് പറഞ്ഞത്. സ്തബ്ധരായി വന്ദേമാതരത്തിൻ്റെ പൂർണ്ണമായ ആലാപനത്തിൽ സ്തബ്ധരായി നിന്ന ഇന്ത്യ മുന്നണി പുറത്തിറങ്ങിയപ്പോൾ DMKയുടെ ഇത്തരത്തിലുള്ളൊരു നടപടിയിലൂടെ വലിയൊരു ആഘാതം ഏറ്റുവാങ്ങി പരിപൂർണ പരാജയം രുചിച്ച് എന്നാലും അമിത്ഷാ ഒളിച്ചോടി എന്നുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ച് നാണം മറയ്ക്കുവാനുള്ള ഒരു പാളയെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ച് പരതി നടക്കുകയാണ്, ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് എന്നാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി ഇപ്പോൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. കാരണം ഇത്തരത്തിലുള്ളൊരു വിഷയം അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി വേണ്ട, പ്രസംഗം കേൾക്കണ്ട, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ മറുപടി വേണമെന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യം മാറ്റിയത് എന്തുകൊണ്ടാണ്? വന്ദേമാതരത്തിൻ്റെ പൂർണ്ണമായ ആലാപനത്തെ, സഭയിൽ നടന്ന ആലാപനത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.